പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജെറുസലേമേ സന്തോഷിക്കുവിൻ, അവളെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുവിൻ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് തിരുസഭാ മാതാവ് തപസ് കാലത്തിലെ 4-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുക. ഈ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹത്തോടുകൂടെ എല്ലാവർക്കും നേരുകയാണ്. തപസ് കാലത്തിലെ 4-ാമത്തെ ഞായറാഴ്ച തിരുസഭാ മാതാവ് നമുക്ക് നൽകുന്ന വചനഭാഗങ്ങളിൽ 2 കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ഒന്നാമത്തേത് തീർച്ചയായും ദൈവ സ്നേഹത്തെക്കുറിച്ചാണ്. ധൂർത്തപുത്രന്റെ ഉപമയിലൂടെ പരമപിതാവായ ദൈവം പാപികളായ നമ്മെ എത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്ന് വചനഭാഗം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. 12 വർഷം കൂടുമ്പോഴാണ് മഹാകുംഭമേള നടത്തപ്പെടുന്നത്. ഈ കുംഭമേളയിൽ സംബന്ധിക്കുന്നതിനായി അനേക ലക്ഷം ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചേരുന്നു. ഇങ്ങനെ എത്തിച്ചേരുന്ന ആളുകൾക്കിടയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തേടുന്ന ബന്ധുജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. പണ്ടെങ്ങോ തങ്ങളെ വിട്ടുപോയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, മക്കളെയൊക്കെ തേടുന്ന അനേകം ആളുകൾ ഈ കുംഭമേളയിൽ പങ്കെടുക്കാറുണ്ട്. ഈ കുംഭമേളയിൽ വെച്ചെങ്കിലും ഒരിക്കൽ കൂടെ അവരെ കാണാൻ സാധിക്കും. അങ്ങനെ കാണുന്ന അവരെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടെയാണ് ഈ ആളുകൾ കുംഭമേളയിൽ പങ്കെടുക്കുക. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ സകലതും നഷ്ടപ്പെടുത്തിയ മകനെ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന ഒരു പിതാവിൻ്റെ ചിത്രമുണ്ട്. ആ പിതാവ് സദാസമയവും തൻ്റെ മകൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് അവനെ ദൂരെ വെച്ച് തന്നെ കണ്ടു എന്നുള്ള വാക്യത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അവനെ ദൂരെ വെച്ച് കാണുന്ന ഈ പിതാവ് അവൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് അവന് നഷ്ടപ്പെട്ടു പോയ സകലതും തിരികെ നൽകുന്നുണ്ട്. അവന് പുതിയ ചെരുപ്പ് നൽകുന്നു, പുതിയ വസ്ത്രങ്ങൾ നൽകുന്നു, കയ്യിൽ മോതിരം നൽകുന്നു. അതോടൊപ്പം തന്നെ അവൻ്റെ വരവിൽ സന്തോഷിച്ചുകൊണ്ട് അവന് വേണ്ടി ഒരു വലിയ വിരുന്ന് ഒരുക്കുന്നു. നമ്മളൊക്കെ എത്രയധികം പാപം ചെയ്താലും തിരികെ വരാൻ നമ്മളെടുക്കുന്ന തീരുമാനം അത് ദൈവത്തെ എത്രയധികം സന്തോഷിപ്പിക്കുമെന്ന് ഈ വചനഭാഗം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്രകാരം സന്തോഷിക്കുന്ന ദൈവം നമുക്കായി സ്വർഗത്തിൽ വലിയ വിരുന്നൊരുക്കും. നമുക്ക് നഷ്ടപ്പെട്ടു പോയ സകല കൃപകളും നമുക്ക് തിരികെ നൽകും. നമ്മെ ഓരോരുത്തരെയും മകനും മകളുമായി വീണ്ടും സ്വീകരിക്കും. ഇങ്ങനെ സ്വീകരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് സുവിശേഷം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുക. ഇന്നത്തെ 1-ാമത്തെ വായന ജോഷുവയുടെ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. ഇസ്രായേൽ ജനം 40 വർഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കാനാൽ ദേശത്തെത്തുന്നു. അവിടെ വെച്ച് അവർ പെസഹ ആഘോഷിക്കുന്നു. കാനാൽ ദേശത്തെ ഫലമൂലാദികളിൽ നിന്നാണ്, അവിടെ നിന്ന് ലഭിച്ച വസ്തുക്കളിൽ നിന്നാണ് അവർ പെസഹ ആഘോഷിക്കുന്നത്. 40 വർഷം സ്വർഗത്തിൽ നിന്ന് മന്ന നൽകി ദൈവം അവരെ പരിപോഷിപ്പിക്കുകയായിരുന്നു. എന്നാൽ എന്നാണോ അവർ വാഗ്ദത്ത ഭൂമിയായ കാനാനിൽ പ്രവേശിച്ചത്, അന്നു മുതൽ മന്ന ഇല്ലാതായി. ദൈവം കാനാൽ ദേശത്തെ വിഭവങ്ങൾ കൊണ്ട് അവരെ തീറ്റിപ്പോറ്റാൻ തുടങ്ങുകയാണ്. ഈ കാനാൻ എന്ന് പറയുന്നത് സ്വർഗത്തെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും മരുഭൂമി യാത്രയിലൂടെ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സ്വർഗത്തിലെ വിഭവങ്ങൾ കൊണ്ട്, സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് തീറ്റിപ്പോറ്റും. എന്നാൽ നമ്മുടെ ഈ ലോകമാകുന്ന മരുഭൂമി യാത്രയിൽ നമുക്ക് ഓരോരുത്തർക്കും ദൈവം സ്വർഗീയ മന്ന തരുന്നുണ്ട് എന്ന് വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തുനാഥൻ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവന്റെ അപ്പമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ടായിരിക്കും എന്ന് അവിടുന്ന് അരുൾ ചെയ്യുന്നു. ഈ ലോക ജീവിതത്തിലെ മരുഭൂമി യാത്രയിൽ നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധ കുർബാനയാണ്. പിതാവായ ദൈവം നമ്മെ അത്യധികം സ്നേഹിക്കുന്നു. പുത്രനായ ദൈവം തൻ്റെ ശരീരരക്തങ്ങൾ നൽകി ഈ മരുഭൂമി യാത്രയിലൂടെ മുൻപോട്ട് പോകാൻ, സ്വർഗത്തിൽ എത്തിച്ചേരാൻ നമ്മെ ഓരോരുത്തരെയും പരിപോഷിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, തപസ് കാലത്തിലെ 4-ാമത്തെ ഞായറാഴ്ച നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സത്യം ഇതാണ്: ദൈവപിതാവ് സ്വർഗത്തിൽ നമുക്കായി കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവിടുന്ന് വളരെയധികം സങ്കടപ്പെടുന്നു. എന്നാൽ എന്നാണോ തിരികെ വരാൻ നമ്മൾ തയ്യാറാകുന്നത്, അന്ന് ദൈവപിതാവ് വളരെയധികം സന്തോഷിച്ച് സ്വർഗത്തിലേക്ക് നമ്മെ സ്വാഗതം ചെയ്യുന്നു, അവിടുത്തെ മകനും മകളുമാക്കി തീർക്കുന്നു. ഈ ലോക ജീവിതത്തിലെ സമരത്തിൽ, ഈ മരുഭൂമി യാത്രയിൽ
പുത്രനായ ദൈവം നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ്. പരിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുന്ന ഊർജമാണ് നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുകയും ദൈവപിതാവിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും ചെയ്യുന്നത്. ഈ ഞായറാഴ്ച ഈ വചന വിചിന്തനത്തിലൂടെ നമ്മൾ ഗ്രഹിച്ച ഈ കാര്യം നമ്മുടെ മനസ്സിൽ നമുക്ക് സ്വീകരിക്കാം. പിതാവ് നമ്മെ കാത്തിരിക്കുന്നുണ്ട്. പുത്രൻ ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിലൂടെ നമ്മെ പരിപോഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മെ പരിപോഷിപ്പിക്കുന്ന ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ ഊർജം സമ്പാദിച്ച് മരുഭൂമി യാത്ര കഴിഞ്ഞതിന് ശേഷം ദൈവപിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ കുർബാന ഇതിനായി നമ്മെ സഹായിക്കട്ടെ.